ഇന്ദ്രനെ സച്ചിയൊക്കെ അറിയിച്ചതുപോലെ ഇവരോടും ഉദ്ഘാടനത്തിന്റെ കാര്യം വിളിച്ചു പറയേണ്ടതല്ലായിരുന്നു രഘു. അത് അമ്മ സത്യം പറഞ്ഞ എന്റെ വിനയന്റെ നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലതികയുടെ നമ്പർ ചീരുവിന്റെ കയ്യിൽ കാണുമായിരുന്നല്ലോ. അത് നിനക്കെങ്കിലും ഒന്നും ഓർക്കാമായിരുന്നില്ല അമ്പിളി? അത് വിട്ടുപോയച്ച ക്ഷമിക്ക്. ക്ഷണിക്കാൻ പറ്റിയില്ലെങ്കിലും ആന്റിയങ്ങളും വന്നല്ലോ. അമ്പിളി നീ പോയ സ്വീറ്റ്സ് എടുത്തോണ്ടോ? വേണ്ട മോളെ, ഞങ്ങളിപ്പോ മധുരം ഒന്നും കഴിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. ഞങ്ങൾ ഒരു ദിവസം പഞ്ചരത്നത്തിൽ വന്ന് ചീരുവിനോടൊരു കാര്യം പറഞ്ഞിരുന്നു. ചീരു അത് നിങ്ങളോട് പറയാനിടയില്ല. ഇവിടെ എല്ലാരും ഉള്ളപ്പോ വന്ന് പറയാനാ ചീരു ഞങ്ങളോട് പറഞ്ഞത്. വിനയന്റെ കാര്യോ? അവനിപ്പോ ദുബായിൽ ചെയ്യില്ല മാഷ്. എന്റെ മോൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കുന്നു. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം മാഷ്. വിനയനെ ഇവിടുന്ന് കൊണ്ടുപോയവര് തന്നെ അവന്റെ കയ്യിലെ കാശ് മുഴുവൻ പിടിച്ചു വാങ്ങി കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നു. പക്ഷെ ലതികെ, ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല ദാസാറ്. മാഷിനും ദാസാറിനും ഒക്കെ ഒരുപാട് പരിചയവും ബന്ധവും ഒക്കെ ഉള്ളതല്ലേ. എന്റെ മോന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒന്ന് കരയാതിരിക്കാൻറ്റി. ഇതൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി കത്തിച്ചു വെച്ച വിളക്കാം. ഇതിന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ കരയുന്നത് കണ്ട മരണ വീടാന്ന് തോന്നുമല്ലോ. അമ്പിളി, ഇവള് പറയുന്നത് ശരിയല്ലേ അമ്മാവ? ഇത് വന്ന് പറയാൻ വേറൊരു സമയ സന്ദർഭം ഇവർക്ക് കണ്ടില്ലേ? വിനയൻ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിലേ അതവന്റെ കയ്യിലിരിപ്പോണ്ട് കൂടിയാ. ഇവിടെയുള്ളപ്പോ ഞങ്ങളുടെ കുടുംബത്തെ കണ്ണീര് കുടിപ്പിച്ചവനല്ലേ അവൻ. അമ്പിളി മിണ്ടാതിരിക്കുന്നുണ്ടോ? അല്ല, ഇവർക്ക് പറയാനുള്ളത് അമ്മാവൻ പുറത്തു വെച്ചെന്നെ കേട്ടാ മതിയായിരുന്നു. രഘു, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തല്ലേ. ഞങ്ങള് പൊക്കോളാം. ഒരമ്മയുടെ മനസ്സ് വിതുമ്പിപ്പോയതാ. അതിനെ വേറൊരു രീതി കാണണ്ട ലതികെ. നമുക്ക് പോവാം. പക്ഷേ ക്ഷമിക്കണം. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. ലതികെ, നമുക്ക് പോവാം. ഞങ്ങളുടെ അടുത്തേക്ക് ചെല്ലട്ടെ. വിനേട്ടന്റെ കയ്യിലിരിപ്പ് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പാവങ്ങളോട് രഘുവേട്ടനും അമ്പിളി ചേച്ചിയും ഇത്രയ്ക്ക് മോശമായി പെരുമാറാൻ പാടില്ലായിരുന്നു. നമ്മള് രഘുവേട്ടനും അമ്പിളി ചേച്ചിയും ക്ഷണിച്ചിട്ട് വന്നവരാ. അവരുടെ സ്ഥാപനത്തില് എന്ത് നടക്കണം എന്ത് നടക്കാൻ പാടില്ലാന്ന് തീരുമാനിക്കുന്നത് അവരാ, അല്ലാതെ നീയല്ല. ആരുടെ കണ്ണി പൊടിയിടാനടി നീ വടിയും പിടിച്ചു നടക്കുന്നേ? തറയിലെ അഴുക്ക് പോണെങ്കിലേ നല്ലോണം അങ്ങ് അമർത്തി തുടയ്ക്കണം. ഓ, അവിടെ ഒന്നും ഇങ്ങനെ തലോടിയാ പോരാ, കുത്തിയിരുന്ന് കൈകൊണ്ട് തുടയ്ക്കണം. അതെ, ഗർഭിണികളെ കുനിഞ്ഞിരുന്നൊക്കെ ജോലി ചെയ്യണമെന്നാ പണ്ടുള്ളവര് പറയാറ്. അവിടെ ഇരുന്ന മൂലയൊക്കെ തുടക്കടി. ആ, പിഴിഞ്ഞങ്ങെടുത്തേ. പ്രതിഭേ, വേണ്ട, നിനക്ക് പറ്റില്ലെങ്കിൽ നീ ചെയ്യണ്ട. പിന്നെ അവക്ക് പകരം നീ ചെയ്യോടാ? എങ്കിൽ നീ അത് അവന്റെ കൈ കൊടുക്കടി, അവൻ ചെയ്യട്ടെ. എന്താ എന്താ ഇവിടെ? ഇത് കേട്ടോടി, നിന്റെ ഭർത്താവിനെ പ്രതിഭ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ലടി.
എന്നാ പിന്നെ ഇവൻ ചെയ്യട്ടെ എന്ന് ഞാനങ്ങ് പറഞ്ഞു. സോനെ, ഇത് നിന്റെ അമ്മ പ്രതിഭയെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിപ്പിക്കുന്നതാ. അവൾക്കതിന് സാധിക്കില്ലെന്ന് അറിഞ്ഞോണ്ട് കഷ്ടപ്പെടുത്തുക. അവക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് അവള് പറയും. നീ ആരുടെ അവക്ക് വേണ്ടി വാദിക്കാൻ? പ്രതിഭയെ ശ്രദ്ധിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഇനി നിനക്ക് കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ സോനെ. തറ നിലത്തിരുന്ന് തുടച്ചേ പറ്റുന്നുണ്ടെങ്കിൽ അത് നീ ചെയ്ത് പ്രതിഭയെ സഹായിക്കണം. പ്രതിഭ ഇങ്ങിതാ, ഞാൻ ചെയ്തോളാം. നിനക്ക് പറ്റാത്ത കാര്യങ്ങൾ അമ്മ ആവശ്യപ്പെട്ട അത് പറ്റില്ലെന്ന് തീർത്തു പറയണം. അതിനാരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുഴപ്പമില്ല സോനെ, ഞാൻ ചെയ്തോളാം. കണ്ടില്ലടി, കണ്ടില്ലേ? അവക്ക് കുഴപ്പമില്ല. നിന്റെ ഭർത്താവിനാണ് അത് കണ്ട് സഹിക്കാത്തത്. എടാ, പൂർണ്ണ ഗർഭിണിയായിരുന്ന എന്റെ മോളെ നീ നിന്റെ അച്ഛന്റെയും രണ്ടാനമ്മയുടെയും അടുത്താക്കി സ്ഥലമിട്ട് നിനക്ക് ഓർമ്മയുണ്ടോടാ? അന്ന് അവറ്റുകൾ എന്റെ മോളെ കഷ്ടപ്പെടുത്തിയതുപോലെയൊന്നും ഞാൻ എന്റെ മരുമകളോട് ചെയ്യില്ല. ഗർഭിണിയായ ഭാര്യയെ കൊല്ലാൻ കൊടുത്തിട്ട് ഏതോ മദാമ്മയുടെ കൂടെ ഒളിച്ചോടി പോയ നിനക്ക് ഇവിടെ നിന്ന് എന്നെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത്? അമ്മേ, എന്താടി, ഞാൻ പറഞ്ഞ സത്യമല്ലേ? നീ നിന്റെ മോളെ പ്രസവിച്ച് കിടക്കുമ്പോ ഇവൻ ഏതോ മദാമ്മയോടൊപ്പം ഹണിമൂൺ ആഘോഷിക്കായിരുന്നില്ലേ? അവസാനം അവളും കൈയൊഴിഞ്ഞ് ഭ്രാന്തനായി അലഞ്ഞിരിഞ്ഞു വന്ന ഇവനെ നീ വീണ്ടും ഈ വീട്ടിൽ വിളിച്ചു കയറ്റിയത് എന്നെ ഭരിക്കാൻ വേണ്ടിയാണോടി? ഡേ, രണ്ടുപേരോടും കൂടി ഞാൻ പറഞ്ഞേക്കാം, ഈ കുടുംബത്തിൽ ഞാൻ പറയുന്നതേ നടക്കൂ. അതനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തവർക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. ഡാ, അന്തസ്സുള്ള ആണാണെങ്കിൽ അച്ഛൻ വീട്ടിൽ അട്ടിപ്പേര് കിടക്കാതെ ഭാര്യയും കുട്ടിയും വിളിച്ചോണ്ട് പോയി സ്വന്തം നില ജീവിക്കടാ. അല്ല പിന്നെ ശ്യാമേട്ട, ശ്യാമേട്ട, ശ്യാമേട്ട. ഒരു കണക്കിന് ചീരിച്ചേച്ചി ഫംഗ്ഷന് വരാതിരുന്നത് നന്നായി. അല്ലെങ്കിൽ സീൻ മാറിയനെ. വിനയേട്ടന്റെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ലതികാന്റി അങ്കിളും അങ്ങനെയല്ലല്ലോ, പച്ച പാവങ്ങള്. അതുകൊണ്ടാണല്ലോ ആന്റി മകനെ കുറിച്ച് പറയുമ്പോ കരഞ്ഞു പോയത്.